നാളെ തന്നെയാണ് വിധി. ആ വിധിയിൽ വൻ വിജയം നേടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഈ എക്സിറ്റ് പോളുകളൊക്കെ UDF വലിയ അനുകൂലമാണ് എന്ന രീതിക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റില്ല. കാരണം നിലവിൽ അവരല്ലേ വിജയിച്ചു 10-15 കൊല്ലം. പെട്ടെന്ന് അവർ തോൽക്കുമെന്ന് പറയാൻ പാടില്ലല്ലോ. LDF നമുക്കറിയാമല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പക്ഷെ നമുക്ക് ജനങ്ങളുമായി വോട്ടർമാരുമായിട്ടൊക്കെ പ്രചരണ സമയത്ത് പോകുമ്പോൾ കിട്ടിയ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വിജയം അന്നേ ഉറപ്പിച്ചതാണ്. നല്ല രീതിയിൽ തന്നെ ഒരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഭൂരിപക്ഷം കൂടി ആയിരിക്കില്ല, അതിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. ഈ പാലക്കാട് മണ്ഡലത്തിൽ LDF കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും 2016-ലും 2021-ലും ഒക്കെ. ഇത്തവണ 3-ാം സ്ഥാനത്ത് നിന്ന് കരകയറാനാണോ ശ്രമം? 3-ാം സ്ഥാനത്ത് നിന്ന് കരകയറിയാൽ 1-ാം സ്ഥാനത്തേക്ക് എത്തുക. അപ്പോൾ 1-ാം സ്ഥാനത്താണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി കരകയറ്റം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കരകയറും. പിന്നെ 1-ാം സ്ഥാനം തന്നെ നമ്മൾ പിടിക്കുന്നത്. പാർട്ടിക്ക് അതിനുള്ള വോട്ട് പാലക്കാട് ഇല്ല എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തി പോകുന്നത്. അങ്ങനെയില്ല. പാർട്ടിക്ക് മുൻപ് ഇവിടെ MLA ഇല്ലാതിരുന്നിട്ടില്ലല്ലോ. പാർട്ടിക്ക് ഒരു ബേസ് വോട്ട് എപ്പോഴും ഉണ്ട്. അതിന് ശേഷം മറ്റ് അനുകൂല ഘടകങ്ങൾ ഒരുപാട് പ്രാവശ്യമുണ്ട്. ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. ഞാനതൊരു രാഷ്ട്രീയം പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയാതായിരിക്കണം. നല്ല അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ ഒരു പൊതു നിലപാട് വെച്ചാണ് വോട്ട് ചോദിച്ചത്. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും പാർട്ടിയും അങ്ങനെ ഒരു പൊതു നിലപാട് വെച്ചാണ്. മറ്റു ആരെയും പ്രീണിപ്പിച്ചോ ആരോടെങ്കിലും സന്ധി ചെയ്തോ അല്ല ഒരു വോട്ട് ചോദിച്ചത്. നമ്മളെ പൊതു നിലപാട് ഇന്നതിനാണ് വോട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആൾക്കാർക്ക് അവരുടെ അയൽവക്കക്കാരും ജയിച്ചു വരിക എന്നുള്ളൊരു ഫീലുണ്ടല്ലോ. നാട്ടുകാരനായത് ഒരു ഗുണമായി തെരഞ്ഞെടുപ്പിൽ. അത് അങ്ങനെ സ്വാഭാവികമാണല്ലോ. നമ്മളെ തൊട്ട വീട്ടിലുള്ള ആൾ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾ ഒരു സ്ഥാനത്തെത്തുക എന്നുള്ളത് പറയുമ്പോൾ അതിനകത്ത് ഒരു അഭിമാനവും ഒരു താല്പര്യമൊക്കെ മൊത്തത്തിൽ ആൾക്കാർക്ക് ഉണ്ടാവും. അത് പ്രാവശ്യം നന്നായി പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ്.